2 ദിവസത്തെ അടിപൊളി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കുടുംബം എല്ലാവരും ആൾ തികഞ്ഞ് ഒരാൾ കുറവുണ്ട് എന്നിരുന്നാലും എല്ലാവരും മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞ് സംഭവം ബാഗെല്ലാം തൂക്കി നമ്മുടെ വാഹനം എത്തി. വാഹനത്തിൽ ട്രിപ്പ് ആരംഭിച്ചു. വണ്ടിയിൽ കയറിയ ഉടനെ തുടങ്ങി പാട്ട്, ഡാൻസ്, മേളം, കവിത. അതിൻ്റെ ഇടയിൽ പോളിങ്ങിന് മാത്രം ഒരു കുറവുമില്ല ഗൈസ്. വിശന്നപ്പോൾ സ്നാക്സൊക്കെ എടുത്തു കഴിച്ചു. ആദ്യം നമ്മൾ പോയത് തുമ്പോർമൊഴി റിവർ ഗാർഡനിലേക്കാണ് കേട്ടോ. ആതിരപ്പള്ളിക്കും വാൽപ്പാറയ്ക്കുമാണ് നമ്മൾ ആദ്യം തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ വന്ന പാടെ തന്നെ ഇതാണ് കാഴ്ച. ഈ ഭാഗത്ത് നന്നായി പരന്നൊഴുകുന്ന നല്ല വെള്ളം കേട്ടോ. അത് നമ്മൾ കണ്ട പാടെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ആക്രാന്തത്തിലാണ് എല്ലാവരും, പ്രത്യേകിച്ചിട്ട് ഞാൻ. ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഞാനും എൻ്റെ ക്യാമറാമാനും കൂടെ അടിപിടി കൂടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. അവസാനം നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടിയ സമയത്ത് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. കാരണം ഇവിടം വിട്ട് കഴിഞ്ഞാൽ ആട്ടുംകൂട്ടം പോലെ 4 അങ്ങോട്ടോടും 4 ഇങ്ങോട്ടോടും അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആദ്യം തന്നെ കിട്ടിയ ചാൻസിൽ ഏറ്റവും നല്ലൊരു ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. ഇതാണത്. ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയത് കേട്ടോ. തുമ്പോർമൊഴിയിലെ ഈ റിവർ ഗാർഡനിലെ ഈ കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴത്തൂടെ നടന്നു വരുമ്പോഴാണ് ഒരു കൽമണ്ഡപം കണ്ടത്. നല്ല കരിങ്കൽ തൂണുകൊണ്ടുള്ള ഒരു കൽമണ്ഡപം. അവിടെ കയറി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചു കേട്ടോ. പല ആംഗിളിൽ നിന്നുള്ള നദിയുടെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ദിവസം വരെ നല്ല മഴയായിരുന്നു. നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കാരണം ട്രിപ്പ് കുളമാകുമെന്നൊക്കെയാണ് വിചാരിച്ചിട്ട് വന്നത്. എന്തായാലും നമ്മളിവിടെയൊക്കെ കറങ്ങി വന്നപ്പോഴാണ് ആ ഒരു ഊഞ്ഞാൽ കണ്ടു. പിള്ളേരെക്കാളും മുന്നേ തന്നെ ഞാൻ പോയി ഊഞ്ഞാലിൽ സീറ്റ് പിടിച്ചു. കുറേ നേരം ആടി. അപ്പോഴാണ് അടുത്ത് തന്നെ വലിയൊരു പേരാൽ കണ്ടത് കേട്ടോ. പേരാലിൻ്റെ ഭംഗി കണ്ട് ഒന്ന് കറങ്ങിയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചുറ്റി ഒന്ന് കറങ്ങി വീഡിയോ എടുക്കുമ്പോഴേക്കും എൻ്റെ തല മൊത്തം ഒന്ന് കറങ്ങാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനൊരു അവിടെ 5 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും അവിടെ നമ്മളെ ഫാമിലി ഓരോ സെക്ഷനായിട്ട് തന്നെ ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മമാർ, അച്ഛന്മാർ, മക്കൾ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് കുറേ ശലഭങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ശലഭങ്ങളെ ആകർഷിക്കുന്ന 2-3 ചെടികളുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോഴാണ് അവിടെ പിള്ളേരുടെ ഒരേ ബഹളം. അവിടെ സ്ലൈഡറിൽ ഇവിടെ കളി തുടങ്ങി മക്കൾസ് എല്ലാവരും കൂടെ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമുക്ക് ചെറുപ്പമാകാൻ പറ്റുള്ളൂ. എല്ലാവരും അവരവരുടെ ഊഴവും കാത്ത് സ്ലൈഡറിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഊഴം നന്നായി വിനിയോഗിച്ചു. മറ്റുള്ളവരുടെയൊക്കെ ജീൻസ് പാൻറ്റും കോട്ടൺ ഡ്രസ്സുകളായത് കാരണം ഉരുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഒരു കോട്ടൺ ഡ്രസ്സ് അല്ലാത്തതുകൊണ്ട് സുഖമായി ഞാൻ സ്ലിമ്മെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. അതോടുകൂടെ പിള്ളേരുടെ കമൻറ്റ് അമ്മൻ്റെ നടുവൊന്നും ഓടിക്കല്ലേ എന്നുള്ളത് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ പോയത്. തൂക്കുപാലത്തിൽ കയറുമ്പോഴൊക്കെ ഭയങ്കര സ്റ്റൈലിൽ നടന്നു. പക്ഷെ അതിൽ കയറിയപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ അങ്ങനെ ഒന്ന് ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും പിടിച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യം വരുമല്ലോ, ഷോർട്ടിനും വീഡിയോയ്ക്കൊക്കെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കുറേ കുഞ്ഞാടുകളൊക്കെ എങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയ കുഞ്ഞാടുകളെയും വലിയ ആടുകളെയൊക്കെ നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ടിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. ഓരോരുത്തർ സിംഗിളായിട്ടും പിന്നെ ഗ്രൂപ്പായിട്ടും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാഴ്ചകളെല്ലാം മനോഹരമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നിച്ച് വരുന്ന ഒരു ട്രിപ്പിൻ്റെ ഒരു സന്തോഷവും സുഖവും ഞങ്ങൾ ശരിക്കും പരസ്പരം ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. കാരണം എല്ലാ ഫാമിലി ഇതുപോലെ ഒന്നിച്ച് ഇതുവരെ ഒരു ട്രിപ്പ് പോയിട്ടില്ല. ഇത്തവണയാണ് നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് കിട്ടിയത്. അതിനുശേഷം നമ്മളങ്ങനെ അവിടെ കൂടെ നടന്നു വരികയായിരുന്നു കേട്ടോ. ചുറ്റും ചെടികളും മലകളും പാറകളും മരങ്ങളൊക്കെ ആയിട്ട് കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വെള്ളച്ചാട്ടമല്ല, പാറകൾക്കിടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന അവിടെയും കുറച്ച് നിന്നു. ഏകദേശം അവിടെയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നല്ല രീതിക്ക് എല്ലാവർക്കും വിശപ്പായി കേട്ടോ. കാരണം സമയം 2 മണി കഴിഞ്ഞു, 2:30 ആവാറായി. നമ്മളിന്ന് രാത്രി ഇവിടെ ആതിരപ്പള്ളിയിൽ തങ്ങാനാണ് കേട്ടോ പരിപാടി. ഇവിടെ നമ്മൾ 2 വില്ലകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഹോംസിൻ്റെ വില്ലകളാണ് കേട്ടോ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം. അതിൽ നമ്മൾ 2 വില്ലകളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ചക്കാന്തറ വില്ല കേട്ടോ. ചക്കാന്തറ വില്ലയാണ് നമ്മൾ ഈ കാണുന്നതാണ് ചക്കാന്തറ വില്ല. ഇതിൽ നമ്മൾ 5 ഫാമിലിക്കും കൂടെ 5 റൂമാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഫോണിൽ വിളിച്ച് ബുക്കിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മുകളിൽ ഒരു റൂം, താഴെ 2 റൂം എന്ന നിലയ്ക്ക് നമുക്ക് 2 വില്ലയിലും കൂടെ 5 റൂമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മോളിൽ നിന്ന്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമായിരുന്നു. ടി വിയും ഫാനും എ സി എന്ന് പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ബെഡ്റൂമായിരുന്നു കേട്ടോ. ഓരോ ബെഡ്റൂമിനും നല്ല വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ ബാത്ത് ടബോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവിടെയും 2 ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ വന്ന പാടെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കിലേക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. 5 ഫാമിലി ഉണ്ടല്ലോ, 5 ഫാമിലിയും ഓരോരോ ഐറ്റം എടുത്തു. ഒരാൾ ബിരിയാണി, ഒരാൾ ചോറ്, ഒരാൾ ചപ്പാത്തി, ചിക്കൻ, വെജിറ്റബിൾ കറികൾ, കൂണ്, അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴേക്കും ഭക്ഷണം ഭയങ്കര ലാവിഷായിട്ടോ. നമ്മുടെ ക്യാമറാമാൻ അവിടെ ഇരുന്ന് വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള വീഡിയോ പിടുത്തം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബിരിയാണി ക്യാമറാമാനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹരിയേട്ടൻ കഴിച്ചു കഴിഞ്ഞു. ബാക്കി വീഡിയോ പിടുത്തം ഹരിയേട്ടനെ ഏറ്റെടുത്തു. ഞങ്ങളിവിടെ വർത്താനമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഇവിടെ മക്കൾസ് ഭയങ്കര ആവേശമായി. നമ്മുടെ കുടുംബത്തിലെ ഏക ജിമ്മത്തി മീനുക്കുട്ടി ഇവിടെ എല്ലാ ആങ്ങളമാരുമായിട്ടും അച്ഛന്മാരുമായിട്ടും പഞ്ചഗുസ്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ആവേശത്തിൽ പഞ്ചഗുസ്തി നടന്നുകൊണ്ടിരിക്കുന്നു. ആവേശം പകരാൻ അച്ഛന്മാരും ആങ്ങളമാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും തോൽപ്പിക്കുമെന്ന ആവേശത്തോടെ തുടങ്ങിയ കളിയിൽ എല്ലാവരും തോൽവി ഏറ്റുവാങ്ങിയ നമ്മുടെ മീനുക്കുട്ടിക്ക് 7-അപ്പിൻ്റെ കാലിക്കുപ്പി ട്രോഫിയായി കൊടുത്തു. അത് അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ മക്കൾസിൻ്റെ ഒറ്റ പിടിവാശിയായിരുന്നു പൂളുള്ള വില്ല തന്നെ വേണമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൂളിലേക്ക് നോക്കാമെന്നാണ്. നമുക്ക് രാത്രി 7 മണി തൊട്ടിട്ടാണ് പൂൾ അനുവദിച്ച സമയം. ഒരു 1.5 മണിക്കൂറായിരുന്നു നമുക്ക് അനുവദിച്ച് തന്ന സമയം. അപ്പോൾ എന്തായാലും അതിന് മുന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ പൂളിൻ്റെ അടുത്ത് വന്നു. രാത്രിയാകുമ്പോൾ പൂളിൽ കാണാനും കളിക്കാനൊക്കെ നല്ല രസമായിരിക്കുമല്ലോ. പൂളിൻ്റെ 3 സൈഡും മഞ്ഞ മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ചുറ്റും കുറേ നേരം നടന്നു, കുറച്ച് സമയമൊക്കെ കളഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് ആതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനുള്ള പോക്കാണ്. ഈ സ്പീഡിൽ പോകുന്നത് നല്ല ഇത്തിരി ഇറക്കമുള്ള സ്ഥലമാണ്. ഒരു കയറ്റം കഴിഞ്ഞ് ഇറക്കത്തിലായതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുളയൊക്കെ വെച്ചിട്ട് കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല ചെങ്കുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. നിലത്ത് കരിങ്കല്ലൊക്കെ വിരിച്ചിട്ടുണ്ട്. എങ്കിലും പോക്ക് റിസ്ക്കാണ്. നമ്മൾ പതുക്കെയാണ് പോയത്. പക്ഷെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ച. കാണാൻ നല്ല ഭംഗിയല്ലേ. എന്തൊരു ഭംഗിയിലാണ് വെള്ളം ഒഴുകി വരുന്നത്. സത്യത്തിൽ ഞങ്ങൾ പോകുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സന്തോഷിച്ചിട്ട് പോയി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ പലരും കോട്ടുമൊക്കെ ഇട്ട് നനഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും ഈ നനഞ്ഞു വരുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ കാര്യം മനസ്സിലായി. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സിൽ ആ വെള്ളം സ്പ്രേ ആയിട്ട് നമ്മുടെ മേത്ത് വന്ന് പതിക്കുകയാണ് കേട്ടോ. ശരിക്കും മഴ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം അവിടെ എത്തിയതും തന്നെ എല്ലാവരും നനഞ്ഞു കുളിച്ചു. അവിടെ അറിയുന്നവർ റെയിൻകോട്ടൊക്കെ ആയിട്ട് വന്ന കാരണം അവരൊന്നും അത്ര നനച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മിക്കവാറും എല്ലാവരും നന്നായി നനഞ്ഞു. മുടി നനഞ്ഞു, ഡ്രസ്സ് നനഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ക്യാമറാമാനും കൂടിയിട്ട് ഒരു വീഡിയോ ഒക്കെ പകർത്തി. അതിൻ്റെ അടുത്ത് അവിടെ ഒരു ഓടയുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ആകുമ്പോൾ അധികം വെള്ളം നമ്മുടെ ദേഹത്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അവിടെ ഏകദേശം എല്ലാം നനഞ്ഞു കഴിഞ്ഞിട്ടാണ് അവിടെ പോയിരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഇലകളെല്ലാം, ഇല്ലിയുടെ ഇലകളെല്ലാം വെച്ചുണ്ടാക്കിയ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ നിന്ന് സത്യത്തിൽ നനയിലായിരുന്നു. എല്ലാം നനഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഷെഡ് ഞങ്ങൾ കണ്ടത്. അവിടെ നിന്ന് കുറേ നേരം നമ്മൾ വെള്ളച്ചാട്ടം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശം കാണാമെന്ന് വിചാരിച്ചിട്ട് കയറി വരികയാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയ ഭാഗമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല കയറൽ. കുറച്ച് നിന്നിട്ടൊക്കെയാണ് നമ്മൾ കയറി വന്നത്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്തുള്ള മനോഹരമായ കാഴ്ച. എല്ലാവരും നന്നായിട്ടൊന്ന് കൺകുളിർക്കെ കണ്ടോളൂ. നമ്മൾ അവിടെ നിന്ന് വീണ്ടും കുറേ ഫോട്ടോഷൂട്ടിനൊന്നും ഒരു കുറവും വരുത്തില്ല. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. അവിടെ കുറേ നേരം നിന്നു. അതിനുശേഷം നമ്മൾ വന്നത് നേരെ പൂളിലേക്കാണ് കേട്ടോ. പൂളിൽ വന്നതും എല്ലാവരും കളിയും ബഹളവും നീന്തലൊക്കെ തുടങ്ങി. എനിക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് നീന്തൽ പഠിക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെ ഹരിയേട്ടനും ഞാനും കൂടെ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ആ കഷ്ടപ്പെടാൻ ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു. അവസാനം കുളത്തിലും മുകളിലുമായിട്ട് കുറേ സമയം ഞങ്ങളവിടെ കളിച്ചു. പിന്നെ തിരിച്ചു വന്ന് ഫ്രഷായിട്ട് എൻ്റെ മക്കൾസ് എല്ലാവരും കൂടെ അവരുടെ കലാവിരുത് തുടങ്ങി. അവരെല്ലാവരും കൂടി അതൊക്കെയാണ് അവസ്ഥ. എൻ്റെ ചെറിയ മകളെ എല്ലാ സഹോദരങ്ങളും കൂടി കുരിശിലേറ്റുവാണ് ഗൈസ്. കുറച്ചാണിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ കുരിശിൽ തറച്ചേനെ എൻ്റെ കുഞ്ഞു മകളെ. അങ്ങനെ നമ്മൾ അന്ന് എല്ലാവരും കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് കിടന്നുറങ്ങി. രാവിലെ എണിച്ചതും വയറ് വിളി തുടങ്ങി. വിശക്കുന്നേന്ന് കേട്ടോ.
അടുത്തുള്ള ഹോട്ടൽ തപ്പി നമ്മൾ വന്നു. പക്ഷേ ഇവിടെ ലുക്ക് മാത്രമേ ഉള്ളൂ, ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നടന്നത് മാത്രം മിച്ചം കിട്ടി. നമ്മൾ അടുത്തുകൂടെ പോകുമ്പോഴാണ് നമ്മുടെ വില്ലയുടെ കുറച്ചടുത്ത് നല്ലൊരു തട്ടുകട കണ്ടത് കേട്ടോ. ലുക്കൊന്നും ഇല്ലെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കിട്ടി, ചെറിയൊരു ചായയും കിട്ടി. കുറച്ച് പേർക്കുള്ള ഭക്ഷണമാണ് കിട്ടിയത്. ബാക്കി കുറേ പേര് ലാസ്റ്റ് വന്നവർക്കൊന്നും ഭക്ഷണം കിട്ടിയില്ല, ആ പിള്ളേർക്കൊന്നും ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴി അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടു. കഴിക്കാത്തവർക്കൊക്കെ വീണ്ടും അവിടെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വരുന്ന വഴിക്കായിരുന്നു വാഴച്ചാലിൽ ചാർപ്പ വെള്ളച്ചാട്ടം. അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം മാത്രമേ നിന്നുള്ളൂ. പിന്നെ വണ്ടിയിലിരുന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഉറങ്ങാനൊരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും ഉറക്കമൊന്നും വന്നില്ല. അതിനുശേഷം ഞങ്ങൾ മലക്കപ്പാറ വഴിയാണ് നമ്മൾ വാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭയങ്കര ഇടുങ്ങിയ റോഡായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിലെ ഡ്രൈവറിൻ്റെ ശ്രദ്ധക്കുറവോ ബസ്സിൻ്റെ നീളം കൊണ്ടോ എന്താണെന്ന് അറിയില്ല, എതിരെ വന്ന ബൈക്കിനൊന്ന് ബസ്സൊന്ന് മുട്ടിയിട്ടോ. പക്ഷേ ആ ബസ് നിർത്താണ്ട് പോയി. പിന്നെ യാത്രക്കാരാണ് ഇടപെട്ടിട്ട് വണ്ടി ഒന്ന് പൊക്കാനും അവരെ അയച്ചുവിടാനും ശ്രമിച്ചത്. പിന്നെ പോയത് നമ്മൾ നേരെ ഷോളയാർ ഡാമിലേക്കാണ് കേട്ടോ. ഷോളയാർ ഡാമിൽ കുറച്ച് സമയം നിന്നുള്ളൂ, അധിക സമയമൊന്നും നിന്നില്ല. പക്ഷേ അവിടെ ഡാമിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നിന്ന് അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള കുറേ യാത്രയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഫാമിലികളെല്ലാം കൂടിയിരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ 1-2 അട്ടയൊക്കെ കണ്ടപ്പോൾ പിന്നെ അവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ വേഗം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് ഫാക്ടറി ഔട്ട്ലെറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ എല്ലാവരും ഓരോ ചായയും കാപ്പിയൊക്കെ കുടിച്ചു. ആവശ്യത്തിന് വേണ്ടവരെല്ലാവരും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഹെയർ പിൻ പോയിൻറ്റുകൾ ഇറങ്ങി വരികയാണ് കേട്ടോ. ഈ നമ്മുടെ വാൽപ്പാറയിൽ 40 ഹെയർ പിൻ പോയിൻ്റാണ് അത്ര ഉള്ളത്. അങ്ങനെ വന്ന് 32ാമത്തെ ഹെയർ പിൻ പോയിന്റിൽ നിർത്തി കേട്ടോ. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. നല്ല ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അവിടെ നിന്നൊരു നല്ലൊരു വലിയൊരു മരവും നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പ്രതിമയുണ്ടായിരുന്നു കേട്ടോ. കാർവർ മാർഷ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രതിമയാണ്. അദ്ദേഹമാണത്രേ വാൽപ്പാറ വികസനത്തിന് അടിത്തറയിട്ട ഒരു ബ്രിട്ടീഷ് തോട്ടം മാനേജറായിരുന്നു അത്രേ അദ്ദേഹം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴെ ഇറങ്ങുന്ന സമയത്ത് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചില ഭാഗത്ത് നിറയെ കോടയുണ്ടായിരുന്നു, ചില ഭാഗത്ത് കുറച്ച് മാത്രമേ കോടയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ എത്താറായിട്ടോ. ഇത് നമ്മുടെ ആളിയാർ ഡാമാണ്. ആളിയാർ ഡാമിലും വെള്ളമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് അവിടെ അധികം നിന്നില്ല കേട്ടോ. ആളിയാർ ഡാമിലൊന്നും കയറിയില്ല. അവസാനം നമ്മൾ ലാസ്റ്റിലത്തെ ഹെയർ പിൻ പോയിൻറ്റും ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. സാധാരണഗതിയിൽ വാൽപ്പാറയിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ വാൾ വെച്ച് അലമ്പാക്കടതായിരുന്നു. എന്തോ ഒരു ഗുളിക കഴിച്ചു കേട്ടോ. ഛർദ്ദിക്കാതിരിക്കാതിരിക്കാനുള്ള ഒരു ഗുളിക കഴിച്ചത് കൊണ്ടാണ് ഈ ആട്ടവും പാട്ടവും ഗംഭീരമായി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വാൾ വെച്ച് ആകെ അവശയായേനെ. എന്തായാലും നമ്മുടെ വാൽപ്പാറ യാത്ര ഗംഭീരമായിട്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നു. അതോടുകൂടി നമ്മുടെ വണ്ടിയിൽ ആട്ടവും പാട്ടമൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇടയിൽ രാത്രി നമ്മൾ നെന്മാറ ടൗണിൽ വന്നിട്ട് ഒരു ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീടെത്തിയത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസുകളൊക്കെ എടുത്തത് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ആസ്വദിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഹൈപ്പും ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. താങ്ക്